ഞാൻ രാവണൻ. ഒരിക്കൽ വിശ്രവസിനും കൈകസയ്ക്കും ഒരു പുത്രൻ ജനിച്ചു. പേര് ദശമുഖൻ. തന്റെ സഹോദരങ്ങളിൽ വ്യത്യസ്തനായിരുന്നു ദശമുഖൻ. ആയോധന കലകളിലും ശാസ്ത്രത്തിലും വേദങ്ങളിലും അഗ്രഗണ്യനായ ദശമുഖനെ തന്റെ ഗുരു രാവണൻ എന്ന് വിളിച്ചു. ദശമുഖൻ അങ്ങനെ രാവണനായി. ഒരു നാൾ പഞ്ചവടിയിൽ വെച്ച് രാമലക്ഷ്മണന്മാരെ കണ്ട രാവണന്റെ സഹോദരി ശൂർപ്പണഖ രാമനിൽ അനുയുക്തയാകുന്നു. ശൂർപ്പണഖ പ്രണയാഭ്യർത്ഥന നടത്തുന്ന വേളയിൽ ഏകപത്നി വ്രതനായ രാമൻ തന്റെ നിസ്സഹായാവസ്ഥ വിശദീകരിച്ച് വിവാഹാഭ്യർത്ഥന നിരസിക്കുന്നു. കോപിഷ്ഠയായ ശൂർപ്പണഖ രാമലക്ഷ്മണന്മാരോട് യുദ്ധത്തിലേർപ്പെട്ട് ഒടുവിൽ രാമലക്ഷ്മണന്മാർ ശൂർപ്പണഖയുടെ ശരീരഭാഗങ്ങൾ മുറിച്ചു മാറ്റുകയും ചെയ്യുന്നു. ഇതറിഞ്ഞ് അതികോപിഷ്ഠനായി അലറി വിളിച്ചുകൊണ്ട് ശൂർപ്പണഖയുടെ അടുക്കലെത്തിയ രാവണനോട് സീതയെ അപഹരിച്ചു കൊണ്ടുവരുവാൻ പ്രേരിപ്പിക്കുന്നു. ഉടൻ മാരീചനെയും കൂട്ടി പുഷ്പക വിമാനത്തിൽ യാത്ര തിരിച്ച രാവണൻ പഞ്ചവടിയിലെത്തി സീതയെ കണ്ട് പരിഭ്രാന്തനായി. ലക്ഷ്മണരേഖ താണ്ടിയാൽ മാത്രമേ സീതയെ അപഹരിക്കാൻ കഴിയുകയുള്ളൂ എന്ന് മനസ്സിലാക്കിയ രാവണൻ ഉടൻ ഒരു സന്യാസിയുടെ വേഷമണിഞ്ഞ് സീതയുടെ അടുക്കലെത്തി ഭിക്ഷയാചിച്ചു. ഒടുവിൽ ലക്ഷ്മണരേഖ താണ്ടിയ സീതയെ സന്യാസി രൂപത്തിൽ നിന്നും രാവണൻ എന്ന വിശ്വരൂപത്തിലായി സീതയെ അപഹരിച്ച് യാത്രയായി. ആ വേളയിൽ സീതയുടെ നിലവിളി കേട്ട് ജടായു അവിടെ പറന്നെടുത്ത് രാവണന് നേരെ പൊരുതി മുറിവേൽപ്പിക്കുകയും ചെയ്തു. നമ്മെ മനസ്സിലായില്ലേ? നാമാണ് ലങ്കാധിപതിയായ രാവണൻ.